നക്ഷത്രാസ് ആൻഡ് മോംസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ്. അതിലേക്ക് വേണ്ടത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ നല്ല 1 കിലോ ബീഫാണ്. ഈ ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ശേഷം ഒരു സവാള ചേർത്തിട്ട് വെള്ളം ചേർക്കുക. ശേഷം ഒരു നുള്ളു കരിയാപ്പലയും ചേർത്തിട്ട് കുക്കർ അടച്ച് ഫ്ലെയിം ഓണാക്കി ഒരു 6 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ബീഫിലേക്ക് ആവശ്യമുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനാവശ്യമുള്ള 5-6 ഗ്രാമ്പൂ, 4 വറ്റൽമുളക്, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ നല്ല ജീരകം, 1 സ്പൂൺ പെരുംജീരകം, ഇതെല്ലാം എടുത്തിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഈ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൽ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിടുക. കടുക് പൊട്ടിയതിന് ശേഷം 2 സവാള, അതേപോലെ നുള്ളു കരിയാപ്പല, അതിനുശേഷം 5-6 പച്ചമുളക് ഇട്ടിട്ട് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകെല്ലാം വരണ്ട് വന്നതിന് ശേഷം 2 തക്കാളി അരിഞ്ഞിടുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ബീഫ് വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി വരണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് 2 സ്പൂണ് മല്ലിപ്പൊടി. ഞാനിവിടെ ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 2 സ്പൂണ് ചേർക്കാം. മസാല എല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം വരട്ടി കൊടുക്കുക. വരട്ടിയിട്ട് നല്ല മൊരിച്ചെടുക്കുക. മസാല മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ഇടുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പൊടി ഒരു 2 സ്പൂൺ വകം ചേർക്കുക. മസാലപ്പൊടി ചേർത്തതിന് ശേഷം പാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് വേവിക്കുക. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കേരനിധിയുടെ പ്രീമിയം കോക്കനട്ട് ഓയിലാണ്. അത് ഒരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് പാൻ ഒന്ന് അടച്ച് വെക്കുക. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ മല്ലിയില വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മേലെ ഇരിക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.